എൻ്റെ പേര് മുമ്പ് പറഞ്ഞല്ലോ സജി എന്നാണ്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല എന്ന് വരുവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഒരു 8 മണിയായപ്പോഴാണ് ഞങ്ങൾ എന്നാൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇത് വാട്സപ്പിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടതും എന്നാൽ അന്നേരം തോന്നിയൊരു പ്ലാനാണ്. ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ല, പെട്ടെന്നുള്ള ഇതായിരുന്നു. അന്നേരം ഞാൻ വിളിച്ച് ശനിയാഴ്ചത്തേക്കാണ് ചോദിച്ചത്. അന്നേരം ഇവിടെ ഫുള്ളായെന്ന് പറഞ്ഞു. നാളെ അതായത് ഇന്നത്തേക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് രാവിലെ പോരുകയായിരുന്നു. ഞാൻ ചാനശ്ശേരി ആശുപത്രിയിലെ ജീവനക്കാരനാണ്. ഞാൻ ഒത്തിരി ഗവൺമെൻറ് സ്റ്റാഫുകളുടെ ഇടയ്ക്ക് ഞാൻ വർഷങ്ങളായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ ഗവൺമെൻറ് സ്റ്റാഫിൻ്റെ ആ ഒരു ഹെഡ് വെയ്റ്റ് ഇല്ലാതെ ഇവരുടെ പെരുമാറ്റം വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ആശുപത്രിയും ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എനിക്ക് വളരെയധികം ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെയധികം ആകർഷിച്ചൊരു സംഭവമാണ്. കാരണം എല്ലാ കാര്യത്തിനും നമ്മളോട് നല്ലപോലെ ഇടപെടുകയും നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ് ഇവർ നമ്മളോട് സഹകരിച്ചത്. അതിന് പ്രത്യേകം അഭിനന്ദനം ഇവരുടെ സ്റ്റാഫിന് ഹൃദയമായിട്ട് അർപ്പിക്കുന്നു. പിന്നെ ഇതിനകത്ത് പോരായ്മകളെന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ ഈ ക്യാബിൻ്റെ ഇതുള്ളത് കൊണ്ട്, പക്ഷേ എ സിക്ക് എപ്പോഴും സെപ്പറേറ്റ് വേണമല്ലോ. ഉണ്ടെങ്കിലും ഇവിടുന്ന് അവിടെ പറയുമ്പോൾ ഞാൻ മൈക്കിൽ കൂടെ കേൾക്കുന്നതേ ഉള്ളൂ. ആൾക്കാരെ അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ കേൾക്കുന്ന തന്നല്ലാതെ കാണുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റീവാണ് ഉണ്ടാകുന്നത്. അപ്പം അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ അവിടെ ഒന്ന് നേരിട്ട് പറയുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാർ പാർക്കിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഗവൺമെൻറ് തലത്തിൽ അതിന് അത് ഫീസ് വെച്ചിട്ട് എവിടെയെങ്കിലും സ്ഥലം എടുത്തിട്ട് ഒരു പാർക്കിങ് ഏരിയയ്ക്ക് അത് ഇപ്പം ഞങ്ങൾ ചെയ്തതിന് ഒരു 100 രൂപ വെച്ചാലും കുഴപ്പമില്ല. പാർക്കിങ്ങിനുള്ളൊരു സംവിധാനം കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അടുത്ത ഈ വഴികളൊക്കെ ചോദിച്ച് വരേണ്ടതായിട്ട് വന്നു. ഈ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒരു മീഡിയയിൽ കൂടെ ഇതിൻ്റെ ആ ഒരു റൂട്ട് മാപ്പ് ഇടുകയാണെങ്കിൽ എന്നെ പോലുള്ള ഒത്തിരി പേർക്ക് അത് വളരെ ഉപകാരമായിരിക്കും. കാരണം എവിടെ വരണേ, എങ്ങനെ ഇറങ്ങണമെന്നില്ലായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ജോസ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ തപ്പി ഗൂഗിൾ മാപ്പൊക്കെ വെച്ചാണ് അവിടുന്ന് വണ്ടി ഓടിച്ച് വന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടു. അതല്ല വളരെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ സഹകരണം എല്ലായിട്ടും. ഞാൻ ഫാമിലിയായിട്ടാണ് വന്നത്. ഞാൻ വൈഫ് 3 പിള്ളേരുണ്ട്. അപ്പം പിള്ളേരെ സംബന്ധിച്ചുള്ള ഇത് വളരെ എഫക്റ്റീവാണ് അവർക്ക്. കാരണം നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഹൗസ് ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക ചിലവ്, പിന്നെ ഇത്രയും നമുക്കൊരു കുടുംബമായിട്ട് എൻജോയ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇത് മറ്റുള്ളവരുമായിട്ട് ഇഴുകി ചേർന്ന് ഒരു എൻജോയ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഒരു മാനസികമായിട്ട് നല്ലൊരു ബലം കിട്ടുന്ന ഒരു ത്രില്ലിങ് പരിപാടിയാണ്. അപ്പോൾ ഈ വളരെയധികം എഫക്റ്റീവായിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. ഇത് നല്ലപോലെ പ്രോത്സാഹനം അർഹിക്കുന്ന ഒരിതാണ്. ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെ ഒരു കിട്ടുന്നത് വളരെ നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞാൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.